ഹായ് ഹലോ, ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറു സൈസിലുള്ള നല്ല പഴുത്ത മാങ്ങ അതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പഞ്ചസാര, പിന്നെ ഇത് വേവാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. അതിൽ കിടന്നിട്ട് അതിന് ശേഷം നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാനുള്ള തേങ്ങ, പച്ചമുളക്, ചെറിയ ജീരകം, പിന്നെ കുരുമുളകും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇത് നല്ലോണം വെന്തതിന് ശേഷം ഈ ഒരു അരപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇതാ തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തൈരും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതാ വറ്റൽമുളക്, കറിവേപ്പില, കടുകും കൂടെ താളിച്ച് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി വായിലിട്ട് അങ്ങനെ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടോ.